പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വളരെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ ഒരു സെക്രട്ടറി അല്ല. അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൻ്റെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ അദ്ദേഹം വളരുകയും വികസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഫ്രെയിമിനകത്ത് വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഫ്രെയിമിലായിരുന്നു പലപ്പോഴും അദ്ദേഹം. അതാണ് അവിടെ വന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് എല്ലാവരും ഉൾക്കൊള്ളാം. മുഖ്യമന്ത്രി അങ്ങനെ ഉൾക്കൊള്ളണം, അതാണ് ശരി. പല കാര്യങ്ങളും അദ്ദേഹം അങ്ങനെ ഉൾക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ മറ്റ് പല പ്രശ്നങ്ങളും ഉയർന്നു വരും. കാരണം പാർട്ടിയുടെ ഈ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളുടെ വിഷയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിൽ ഉയർന്നു വരാം. അപ്പോൾ പക്ഷേ കൃത്യമായിട്ട് സമൂഹത്തിന് പറയേണ്ട ആവശ്യമുള്ളൂ, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എനിക്ക് അഭിസംബോധന ചെയ്യേണ്ട വിഷയം CPM-നകത്തുള്ള സഹാക്കളുടെ വിഷയങ്ങൾ മാത്രമല്ല, അതിന് പുറത്തുള്ള അതിൻ്റെ നേരെ വിരുദ്ധമായി നിൽക്കുന്ന മനുഷ്യരുടെ കൂടി പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പം എനിക്ക് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയണം. അങ്ങനെ പറയുന്നില്ല ഇവർ. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം നമ്മൾ ഓരോ സ്പേസിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഓരോ പൊസിഷനിലേക്ക് മാറുമ്പോൾ ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ മാത്രമേ നമ്മളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ മാറുകയുള്ളൂ.